ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു ഉരുളൻകിഴങ്ങും 3-4 വെണ്ടയ്ക്കായും എടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് ഈ ഒരു അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് വെണ്ടയ്ക്കായും അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്നിട്ട് നമ്മൾ ഉരുളൻകിഴങ്ങ് ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. എന്നിട്ട് ഉരുളൻകിഴങ്ങ് ഒരു ചെറിയൊരു വേവൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു വേവൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് വെണ്ടയ്ക്കായോടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെണ്ടയ്ക്കായും ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് കേട്ടോ. ഈ ഉരുളൻകിഴങ്ങിൻ്റെ കൂടി ഇടുന്നതുകൊണ്ട് തന്നെ വെണ്ടയ്ക്കായ്ക്ക് ആ വഴുവഴുപ്പുണ്ടല്ലോ അത് കാണത്തില്ല. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കൊരു സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് വേവാനുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മെഴുക്കുവരട്ടി കഴിക്കാൻ. ഒരു വട്ടമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. ഒരു വട്ടം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കുട്ടികൾക്കൊക്കെ ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അന്നേരം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നല്ല വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. താങ്ക് യു, ബൈ.